ത്രിയേക ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വീണ്ടും പ്രഭാതത്തിലേക്ക് ഏവർക്കും സ്വാഗതം. 55-ാം സങ്കീർത്തനം അതിൻ്റെ 6-ാം വാക്യം. പ്രാവിനുള്ളതുപോലെ എനിക്ക് ചിറകുണ്ടായിരുന്നുവെങ്കിൽ ഞാൻ പറന്നുപോയി ശ്രമിക്കുമായിരുന്നു. പരിശുദ്ധനായ ദാവീദ്, ഇസ്രായേലിൻ്റെ രാജാവായ ദാവീദ് പറയുകയാണ്, ഈ പെരുങ്കാറ്റിൽ നിന്നും ഈ കൊടുങ്കാറ്റിൽ നിന്നും പ്രാവിനെ പോലെ ചിറകുണ്ടായിരുന്നുവെങ്കിൽ ഞാൻ ദൂരെ പോയി മരുഭൂമിയിൽ വിശ്രമിക്കുമായിരുന്നു പറയുക. ഈ ദാവീദിൻ്റെ ജീവിതത്തിൽ ഒരു വലിയൊരു കൊടുങ്കാറ്റ് വീശിയടിക്കുകയാണ്. ഒരു പെരുങ്കാറ്റ്, ഒരു ആരോപണ കൊടുങ്കാറ്റ് തൻ്റെ മേൽ ശക്തമായി വന്ന് അടിക്കുകയാണ്. അതെന്ന് പറയുന്നത് തൻ്റെ സ്വന്തം പുത്രനായ അബ്ശലോം തനിക്കെതിരെ കലാപക്കൊടി ഉയർത്തുന്നതാണ്. തനിക്കെതിരെ പടയൊരുക്കുകയാണ് അബ്ശലോം, തൻ്റെ സ്വന്തം പുത്രൻ. അബ്ശലോമിൻ്റെ കൂടെ തൻ്റെ മന്ത്രിയും തൻ്റെ വിശ്വസ്തനും തൻ്റെ പ്രാണസ്നേഹിതനുമായ അഹീത്തോപ്പേൽ കൂറുമാറുന്നു. വീണ്ടും തൻ്റെ ആത്മമിത്രമായ പ്രാണസ്നേഹിതനും സന്തത സഹചാരിയുമായ ആർഖ്യനായ ഹൂശായി അബ്ശലോമിൻ്റെ കൂടെ കൂറുമാറുന്നു. ഇങ്ങനെ എല്ലാ ബന്ധുക്കളും മിത്രങ്ങളും ഒക്കെ തന്നെ വിട്ടുപോയി തനിക്കെതിരെ കലാപക്കൊടി ഉയർത്തുമ്പോൾ താൻ ഏകനായി എന്നൊരു നിസ്സഹായനായിരിക്കുന്ന അവസ്ഥയിൽ, വെറും ശൂന്യമാകുന്ന ഒരവസ്ഥയിൽ അറിയാതെ പറഞ്ഞു പോവുകയാണ്, ദൈവമേ, പ്രാവിനെ പോലെ എനിക്ക് ചിറകുണ്ടായിരുന്നുവെങ്കിൽ ഈ പ്രശ്നങ്ങളുടെ നടുവിൽ നിന്നും ദൂരെ പോയി എനിക്ക് വിശ്രമിക്കാമായിരുന്നുവെന്ന്. പ്രിയമുള്ളവരെ, ഇത് മനുഷ്യജീവിതത്തിൽ സാധാരണമായ ഒരു സംഗതിയാണ്. നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ പരിശുദ്ധനായ ദാവീദ്, ഇസ്രായേലിൻ്റെ രാജാവായ ദാവീദ്, അദ്ദേഹം ഒരിക്കൽ കരടിയെയും സിംഹത്തെയും ഒക്കെ പിച്ച് ചീന്തിയവനാണ്. ഗോലിയാത്ത് എന്ന മലനെ മലർത്തി അടിച്ചവനാണ്. ദാവീദ് പോലും പറയുകയാണ്, തൻ്റെ ജീവിതത്തിൽ പ്രശ്നം ഉണ്ടായപ്പോൾ പെട്ടെന്ന് പറയുകയാണ്, ദൈവമേ, ഇതിൽ നിന്ന് എനിക്ക് ഓടി ഒളിക്കുവാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, പ്രാവിനെ പോലെ ചിറകുണ്ടായിരുന്നെങ്കിൽ ദൂരെ പോയി മരുഭൂമിയിൽ പോയി എനിക്ക് വിശ്രമിക്കാമായിരുന്നു പറയുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ പ്രയാസങ്ങളൊക്കെ വരുമ്പോൾ ഈ ദാവീദ് ഇങ്ങനെ പറഞ്ഞെങ്കിൽ, ഈ ധൈര്യശാലിയായ ദാവീദ് ഇങ്ങനെ പറഞ്ഞെങ്കിൽ, നമ്മൾ എത്രയോ പ്രാവശ്യം നമ്മുടെ ജീവിതത്തിൽ പറഞ്ഞിട്ടുണ്ട്. ചെറിയൊരു പ്രശ്നം ഒക്കെ ഉണ്ടാകും പറഞ്ഞെങ്കിൽ അങ്ങ് തുലഞ്ഞു പോയിരുന്നെങ്കിൽ, അങ്ങ് മരിച്ചു പോയിരുന്നെങ്കിൽ എന്നൊക്കെ എത്രയോ പ്രാവശ്യം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്തിനേറെ പറയുന്നു, ധൈര്യശാലിയായ ഏലിയ പ്രവാചകൻ, ഒന്ന് രാജാക്കന്മാർ 19:4 നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്, മരുഭൂമിയിൽ പോയി ഒളിച്ചിരുന്ന് പറയുന്നുണ്ട്. എന്തിനാണ്? ആഹാബ് രാജാവിൽ നിന്നും അവൻ്റെ ഭാര്യ ഇസബെലിൽ നിന്നും പെട്ടെന്ന് പേടിച്ച് അവരിൽ നിന്ന് ഒളിച്ചോടുകയാണ്. മരുഭൂമിയിൽ പോയി ഒളിച്ചിരിക്കുകയാണ്. വീണ്ടും നമുക്ക് കാണാം വലിയ പ്രവാചകന ഇരമ്യാ പ്രവാചകന്റെ പുസ്തകം 9:2 നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്, യെരൂശലേം നഗരം മൊത്തം വ്യാജ വർത്തമാനവും അല്ലെങ്കിൽ വ്യഭിചാരം കൊണ്ട് അല്ലെങ്കിൽ തിന്മകൾ കൊണ്ട് നടമാടിയപ്പോൾ യിരെമ്യാ പ്രവാചകൻ തന്നെ പറയാണ്, എൻ്റെ ജനത്തിൻ്റെ നടുവിൽ നിന്ന് ദൂരെ പോയിക്കൊള്ളുവാൻ എനിക്ക് മനസ്സുണ്ട്. അങ്ങനെ മരുഭൂമിയിൽ ഉള്ള യാത്രക്കാർക്കുള്ള ഒരു സത്രം എനിക്കുണ്ടായിരുന്നെങ്കിൽ ഞാൻ അവിടെ പോയി ഒളിച്ചിരിക്കുമായിരുന്നു യിരെമ്യാ പ്രവാചകൻ പറയുന്നുണ്ട്. അങ്ങനെ ജീവിതത്തിൽ ആരായിക്കോട്ടെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ഉള്ളിൽ നിന്നൊരു പ്രതികരണമാണ്, ഈ പ്രശ്നങ്ങളിൽ നോക്കി ഓടി ഒളിക്കുവാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന്. പ്രിയമുള്ളവരെ, ഈ ഓടി ഒളിപ്പെന്ന് പറയുന്ന പല രീതിയിൽ കാണാം. ഇങ്ങനെ ജീവിതത്തിൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ വരുമ്പം അതിനെ നേരിടാൻ പറ്റാതെ നിരാശരായി നമ്മൾ നിഷ്ക്രിയരായി പോകും. ചിലപ്പോൾ നമ്മൾ ഈ മുറിയിൽ അടച്ചിട്ട് ആരോടും ബന്ധപ്പെടാതെ ആരോടും സംസാരിക്കാതെ ഏകനായി ഇരുന്നു പോകും. അല്ലെങ്കിൽ തലവേദനയും തലകറക്കവും ഒക്കെ വന്നിട്ട് നമ്മൾ ഒറ്റപ്പെടലിൻ്റെ അനുഭവം ഉണ്ടാകും. അല്ലെങ്കിൽ ചിലരാണെങ്കിൽ മദ്യത്തിനും മയക്കുമരുന്നിനും ഒക്കെ അടിമപ്പെടും. എന്നിട്ട് ഈ സ്വപ്നാടനക്കാരനെ പോലെ ഭൂതകാലത്തിലേക്ക് നമ്മൾ ഒളിച്ചോടും. അല്ലെങ്കിൽ ഗതകാല സ്മരണ എടുത്തിടും. അന്ന് നമുക്ക് ഉണ്ടായ വിജയങ്ങൾ അല്ലെങ്കിൽ നന്മകളൊക്കെ നേട്ടങ്ങളൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ട് ഈ മുമ്പിലുള്ള പ്രശ്നങ്ങളെ അതിജീവിക്കുവാനായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് സ്വപ്നാടനക്കാരെ പോലെ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, ഇങ്ങനെ പെറുത്തുകൊണ്ടിരിക്കും. ഇതെല്ലാം ഒളിച്ചോട്ടത്തിൻ്റെ ഭഗവേദങ്ങളാണ്. നിരാശനായി വെറും ഡിപ്രഷനായി പോകുന്ന ഒരവസ്ഥ, അതെല്ലാം ഒളിച്ചോട്ടങ്ങളാണ്. എന്തിനേറെ ഏറ്റവും ഒടുവിൽ നമ്മൾ ഈ ആശ്രയിക്കുന്ന മദ്യത്തെയും മയക്കുമരുന്നിനെയുമായിരിക്കും. ഒരിക്കൽ ഒരു സുഹൃത്തിൻ്റെ ഭാര്യ മറ്റൊരുത്തൻ്റെ കൂടെ ഒളിച്ചോടി പോയപ്പോൾ അവൻ ആശ്രയിക്കുന്നത് മദ്യത്തിലും മയക്കുമരുന്നിലുമാണ്. അപ്പോൾ അവനെ ആശ്വസിപ്പിക്കുവാനായിട്ട് അവൻ്റെ സുഹൃത്തുക്കൾ അവിടെ ചെന്നപ്പോൾ അവനിങ്ങനെ മദ്യത്തിനും മയക്കുമരുന്നിനും ഒക്കെ അടിമയായി കൈ ഇങ്ങനെ വിറയ്ക്കുകയാണ്. വിറയ്ക്കുന്ന കൈകളിൽ മദ്യക്കുപ്പി എടുത്തുകൊണ്ട് അവൻ പറഞ്ഞത് ഇങ്ങനെയാണ്, അവൻ കരയുകയാണ്. അവൻ പറയുകയാണ്, ഐ ഹേറ്റ് ദിസ് സ്റ്റഫ്,
ഐ നോ ഇറ്റ് വിൽ പ്രോബബ്ലി കിൽ മീ സം ഡേ, ബട്ട് ഇറ്റ് ഈസ് ദ ഓൺലി തിങ് ദാറ്റ് മേക്ക് ലൈഫ് ബിയറബിൾ എന്ന് പറയുകയാണ്. അവൻ പറയുകയാണ്, ഇത് ഈ ആരോഗ്യത്തിന് ഹാനികരമാണെന്നറിയാം, ഇതിനെ ഞാൻ വെറുക്കുന്നുണ്ട്, പക്ഷേ ഇതെന്നെ ഒരിക്കൽ കൊല്ലുമെന്നും എനിക്കറിയാം, പക്ഷേ ഈ ഒരു സാധനം മാത്രമാണ് എന്നെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത് പറയുകയാണ്. പ്രിയമുള്ളവരെ, ആ സുഹൃത്ത് എന്നോ ഒരിക്കൽ ആരും അറിയാതെ പോയി ആത്മഹത്യ ചെയ്തു. ഒരുപാട് ശ്രമിച്ചു അവൻ്റെ സുഹൃത്തുക്കൾ അവനെ പിന്തിരിപ്പിക്കാനായിട്ട്, പക്ഷെ അവൻ ആരും അറിയാതെ ഒരു രാത്രി പോയി ആത്മഹത്യ ചെയ്തു. പ്രിയമുള്ളവർ, ഇതൊക്കെ ഒരു ഒളിച്ചോട്ടമാണ്. ആത്മഹത്യയിലേക്കുള്ള പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ വരുമ്പോൾ ഇങ്ങനെ ഉള്ള അതിനെ ആശ്രയിക്കുക, ദൈവത്തിൽ ആശ്രയിക്കേണ്ടതിന് പകരം നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്കുള്ള ഒളിച്ചോട്ടം, അത് ഭീരുത്വമാണ്. പ്രിയമുള്ളവരെ, അവിടെയാണ് ദാവീദിനെ നമ്മൾ കാണേണ്ടത്. ദാവീദ് പെട്ടെന്ന് ഒരു ദുർബല നിമിഷത്തിൽ ഇങ്ങനെ പറഞ്ഞുവെങ്കിൽ, ഇതാ പ്രാവിനെ പോലെ ചിറകുണ്ടായിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളിൽ ഞാൻ ഓടി ഒളിക്കാമെന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ, പെട്ടെന്ന് ദാവീദ് മനം മാറ്റിയാണ്. അവൻ പറയുകയാണ്, ദൈവമേ, സ്ഥിരതയുള്ള ആത്മാവെ എനിക്ക് തരണമേ, ദൈവമേ, സ്ഥിരതയുള്ള ഒരു ആത്മാവെ എനിക്ക് തരണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇതാ അവൻ എന്നോ എവിടെയോ മുടക്കി വെച്ച മറന്നുപോയ ആ യാമപ്രാർത്ഥനയിലേക്ക് തിരിഞ്ഞു എന്നുള്ളതാണ്. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്, ആ പുസ്തകത്തിന് താഴോട്ട് ഇങ്ങനെ വായിച്ചാൽ നമ്മൾ മനസ്സിലാക്കും. അവൻ വൈകുന്നേരവും രാവിലെയും ഉച്ചയ്ക്കും ദൈവമുമ്പാകെ മുട്ടുകുത്തി അവൻ്റെ സങ്കടം ബോധിപ്പിച്ച് കരഞ്ഞു എന്നാണ് പറയുന്നത്. സങ്കടം ബോധിപ്പിച്ച് കരഞ്ഞപ്പോൾ അവൻ്റെ ഹൃദയഭാരമെല്ലാം അവിടെ ഇറക്കി വെച്ചപ്പോൾ അവൻ ആശ്വാസം കണ്ടെത്തിയാണ്. എന്നിട്ട് ഈ ആശ്വാസം കണ്ടെത്തിയ ദാവീദ് നമ്മളോട് എല്ലാവരോടും പറയുകയാണ്, നിന്റെ ഭാരമെങ്കിൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. തൻ്റെ ജീവിതത്തിൻ്റെ അനുഭവത്തിൽ നിന്ന്, തൻ്റെ പ്രയാസങ്ങളുടെ അനുഭവത്തിൽ നിന്ന് അവൻ ദൈവത്തെ ആശ്രയിച്ചപ്പോൾ അവൻ ആശ്വാസം കണ്ടെത്തിയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ വരും, പ്രതിസന്ധികൾ വരും. അത് കടബാധ്യതകളായിരിക്കാം, അല്ലെങ്കിൽ ജോലിസ്ഥലത്ത് മേലധികാരികളുടെയും കീഴ് ജീവനക്കാരുടെയും നടുവിൽ നിന്ന് നട്ടോട്ടം ഓടുകയായിരിക്കാം. ബന്ധുക്കളും നിങ്ങളുടെ സുഹൃത്തുക്കളും ഒക്കെ നിങ്ങളെ തള്ളിപ്പറഞ്ഞിരിക്കാം. നീ ചെയ്യാത്ത കുറ്റത്തിന് ഇല്ലാത്ത കുറ്റം ആരോപിച്ച് നിന്നെ വിഷമപ്പെടുത്തിയിരിക്കാം. നിന്റെ ആരോപണ കൊടുങ്കാറ്റുകൾ നിന്റെ മേൽ വന്ന് വീശിയടിക്കാൻ നീ താഴെ വീഴുന്ന അനുഭവം ഉണ്ടാകാം. അവിടെയൊക്കെയും നീ ആശ്രയിക്കേണ്ടത് ഈ ദൈവത്തെയാണ്. മറിച്ച് ഈ ആശ്രയം കണ്ടെത്തുവാനായിട്ട്, ഒളിച്ചോടുവാനായിട്ട് മദ്യത്തിനോ മയക്കുമരുന്നിനോ അല്ലെ നിരാശരായി എവിടെയെങ്കിലും പോയി ഒളിച്ചിരിക്കുകയോ ഒന്നുമല്ല ചെയ്യേണ്ടത്. മദ്യത്തിനും മയക്കുമരുന്നിനും ഒക്കെ ഒരു ശാശ്വത പരിഹാരമല്ല. അതിലൊക്കെ ഉപരിയായിട്ട് ദൈവത്തിൻ്റെ മുമ്പാകെ മുട്ടുകുത്തുവാൻ കഴിയണം ദാവീദിനെ പോലെ. അവിടെ ഈ ദാവീദിൻ്റെ ജീവിതത്തിൻ്റെ അവൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുകയാണ്, എത്രയോ അനുഭവങ്ങൾ ചുറ്റുപാടുമുണ്ട്. പ്രയാസങ്ങളുടെ മധ്യത്തിലും നീ മുട്ടുകുത്തി ദൈവത്തിന് മുട്ടുകുത്തുമ്പോൾ നിന്നെ ആശ്വസിപ്പിക്കുന്ന ഒരു ദൈവമാണെന്നൊരു ബോധ്യം നമ്മളെല്ലാം ഭരിക്കണം. ഈ പുസ്തകമെല്ലാം നമ്മളോട് പറയുന്നതും അതാണ്. അതുകൊണ്ട് ഒരു ഒട്ടകം, മരുഭൂമിയിലെ ഒട്ടകം 3 നേരം തൻ്റെ യജമാനൻ്റെ മുമ്പിൽ മുട്ടുമടക്കും. അത് രാവിലെ തൻ്റെ മേൽ ഭാരം വെച്ച് കെട്ടുവാനായിട്ട് യജമാനൻ്റെ മുമ്പിൽ മുട്ടുകുത്തും. അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് അത് വിശ്രമിക്കുന്നതിന് മുമ്പായിട്ട് ആ ഭാരം ഇറക്കുവാനായിട്ട് യജമാനൻ്റെ മുമ്പിൽ മുട്ടുമടക്കും. ഏറ്റവും കൂടി വൈകുന്നേരം ഈ മുതുകത്തെ കെട്ടഴിക്കുവാനായിട്ട് അവൻ തൻ്റെ യജമാനൻ്റെ മുമ്പിൽ മുട്ടുമടക്കും. പ്രിയമുള്ളവരെ, അങ്ങനെ മുട്ടുമടക്കുമ്പോൾ അവിടെ ഇതാ അവൻ്റെ ഭാരമെല്ലാം ഇറക്കി വെക്കുകയാണ്. ആ യജമാനൻ്റെ മുമ്പിൽ മുട്ടുകുത്തുമ്പോൾ അവൻ്റെ മുതുകത്തെ ഭാരമെല്ലാം ഇറക്കി വെക്കുന്ന പോലെ നമ്മുടെ ദൈവത്തിൻ്റെ മുമ്പാകെ നമ്മൾ മുട്ടുകുത്തുമ്പോൾ നമ്മുടെ ഭാരങ്ങളെല്ലാം അവിടെ തന്നെ ഇറങ്ങി പോകും. അതുകൊണ്ടാണ് പരിശുദ്ധനായ ദാവീദ് പറയാണ്, നിന്റെ ഭാരം യഹോവയിൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. അതുകൊണ്ടാണ് അന്നാമാമ തൻ്റെ പ്രാർത്ഥനയിൽ പറയുകയാണ്, ആ വിശ്വാസമാകുന്ന കുറ്റിയിൽ വചനമാകുന്ന പ്രാർത്ഥനയാകുന്ന കയറുകൊണ്ട് എന്നെ കെട്ടണമേ എന്ന് പറയാണ്. ആ അന്നമാമയുടെ ജീവിതത്തിൽ നിന്ന് തന്നെയാണ് അത് പറയുന്നത്. ആ അന്നമാമ പ്രയാസത്തിൻ്റെ മധ്യത്തിലും ആശ്വാസം കണ്ടെത്തിയത് ഈ ദൈവത്തിലാണ്. ആ പ്രാർത്ഥനയോടെ നമുക്ക് ആ ദൈവത്തിലേക്ക് ആശ്രയിക്കാം. വിശ്വാസമാകുന്ന കുറ്റിയിൽ പ്രാർത്ഥനയാകുന്ന വചനമാകുന്ന കയറുകൊണ്ട് നമുക്ക് കെട്ടാം. അങ്ങനെ കെട്ടുമ്പോഴാണ് നമ്മൾ ഇങ്ങനെ ഓടിപ്പോകാൻ പറ്റാതെ ദൈവത്തോട് ചേർന്നിരിക്കുന്നത്. ആ ദൈവത്തോട് ചേർന്നിരിക്കുവാൻ, ആശ്വസിപ്പിക്കുന്ന ദൈവത്തെ നമുക്ക് ആ ദൈവത്തിൻ്റെ മാറോട് ചേർന്നിരിക്കുവാൻ നമുക്ക് കഴിയട്ടെ. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.